മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, സേവനം ചെയ്യണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉപ്പമാര്, ഉമ്മമാര് അവരുടെ ഹയാത്ത് കാലത്ത് മാത്രമല്ലല്ലോ ഹക്കുള്ളത്, മരണാനന്തരവും ബാപ്പ ഉമ്മമാർക്ക് ബാധ്യതയുണ്ടല്ലോ. ഉണ്ട്. മരണത്തിന്റെ ശേഷവും ബാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ മേല് കടപ്പാടുണ്ടോ? ഉണ്ട്. ആ കടപ്പാടുകൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ബാക്കിയുണ്ട്. അത് നിർവഹിക്കേണ്ടതും ഉണ്ട്. നമ്മുടെ മേലത് ബാധ്യതയാണ്. മാതാപിതാക്കൾക്കുള്ള സേവനം അത് പറഞ്ഞപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്തിന്റെ തൊട്ടുടനെയാണത് ചേർത്തി പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് റബ്ബിലേക്ക് ശുക്ർ ചെയ്യുന്നതിന്റെ തൊട്ടുടനെ അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നീ ശുക്ർ ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക്ർ ചെയ്യണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല 3 വിഷയങ്ങൾ പരസ്പര പൂരകങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഷയമാണ് മാതാപിതാക്കളുടെ ശുക്ർ. അള്ളാഹുവിന്റെ ശുക്രിനോട് ചേർത്തി പറഞ്ഞത്. ഒരാൾ അള്ളാഹുവിന്റെ ശുക്രൊക്കെ നിർവഹിച്ചവനാണ്. ഇബാദത്തിൽ അയാൾക്ക് കുറവൊന്നുമില്ല. ഇബാദത്തും കാര്യങ്ങളൊക്കെ നല്ല ചിട്ടവട്ടയിൽ എടുക്കുന്ന ആളാണ്. നല്ല രൂപത്തിൽ തന്നെ അയാൾ ജീവിക്കുന്ന ആളാണ്. മാതാപിതാക്കൾക്ക് വലിയ നന്ദി ബോധമില്ലാത്തവനാണോ? അള്ളാഹുവിനോടുള്ള ശുക്ർ പൂർത്തിയാക്കിയവനല്ല. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നവനാണ്. നല്ലവണ്ണം അവർക്ക് നന്ദി ചെയ്യുന്നവനാണ്. പക്ഷേ അള്ളാഹുവിനോട് ശുക്റുള്ളവനല്ല. പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവനല്ല. അല്ലെങ്കിൽ അതിൽ കൃത്യതയോടെ കാര്യങ്ങൾ പാലിക്കുന്നവനല്ല. അവന്റെ ശുക്റും ശുക്റാകൂല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അള്ളാഹുവിനോടുള്ള നിന്റെ ശുക്ർ ശുക്റാകണമോ? മാതാപിതാക്കളോട് നീ നന്ദിയുള്ളവനാകണം. മാതാപിതാക്കളോടുള്ള ശുക്ർ അല്ലാഹു തആല കബൂൽ ചെയ്യണമോ? അള്ളാഹുവിനോടുള്ള ശുക്റും നീ നിർവഹിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതെയായി പോയാൽ ആ ശുക്ർ പൂർണ്ണമാകൂല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് തങ്ങളോടുള്ള ഇഷ്ടം കാരണം തങ്ങളോടൊപ്പം ഒരു ജിഹാദിന് പോകാൻ ആഗ്രഹിച്ച് വളരെ ദൂരത്തുനിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബി. എത്ര ദൂരം! യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബി. കിലോമീറ്റർ കണക്കൊന്ന് കൂട്ടി നോക്കൂ, 800 കിലോമീറ്റർ. അത്രയും ദൂര സ്ഥലത്തുനിന്ന് മദീനയിലേക്ക് വന്ന് എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ ഒന്നുമല്ല, തങ്ങൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ യാത്ര പോകുന്നില്ലേ? അതേ, ഒരു ജിഹാദിന് വേണ്ടി ഒരുങ്ങി പോകുന്നില്ലേ നബിയെ? തങ്ങളോടൊപ്പം ഒന്ന് പങ്കെടുക്കാനാണ്. മാതാപിതാക്കളുണ്ടോ? ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബാപ്പയും ഉമ്മയും കരഞ്ഞു നബിയേ. പാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണീരിന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വിലയും നിലയും എത്രയാണ്? ഇർജി ഇലൈഹിമാ, യമനിലേക്ക് മടങ്ങിക്കോ, യമനിലേക്ക് മടങ്ങിപ്പോയിക്കോ. ഫലാഹിക്കുഹുമാ, ബാപ്പാനെയും ഉമ്മാനെയും സന്തോഷിപ്പിച്ചോ. ബാപ്പയും ഉമ്മയും ഒന്ന് കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്ക് പോകണ്ടെന്നവർ പറഞ്ഞിട്ടില്ല. മകൻ ഇങ്ങനെ പോകുമ്പോ ഇനി മകനെ കാണാൻ കഴിയോ പടച്ചോനെ? ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചല്ലേ മോൻ പോകുന്നത്. ആ മോന്റെ യാത്ര നോക്കിയിട്ട് ഒന്ന് കരഞ്ഞ ആപ്പിയും കരഞ്ഞു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെയാ വാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണീരിന്റെ വില കണ്ടത്? എങ്ങനെയാ മനസ്സിലാക്കിയത്? എത്ര ദൂരത്തുനിന്നാണ് വന്നത്? ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത് തങ്ങളോടൊപ്പം കൊണ്ടുപോയോ? ഇല്ല. ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം അത് നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹുവിന്റെ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം അത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒരു പൊരുത്തം നേടുക, അത് ജീവിതത്തിൽ ഒരാൾ സ്വാലിഹാകുന്നതിന്റെ വലിയ ഒരു സംഗതിയാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടുക എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല.
അപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തം നേടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, നല്ല സംഭാവന ഇട്ട് കൊടുക്കാൻ. ചെറിയ സംഭാവന ഒന്നും കൊടുത്താൽ പോരാ, നല്ല സംഭാവന തന്നെ കൊടുക്കണം, വലിയ സംഭാവന തന്നെ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന സംഭാവന കാരണം നമ്മളെ ബാപ്പന്മാര് ഉമ്മമാര് അവർ കിടക്കുന്നിടത്ത് വലിയ സന്തോഷം അവർക്കുണ്ടാകണം. അല്ലാഹു തആല അവർക്ക് ദറജകളിലേറ്റി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മരിച്ചുപോയ എല്ലാ ബാപ്പമാർക്കും ഉമ്മമാർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ഏറ്റി കൊടുക്കട്ടെ.